പിണറായി വിജയൻ പരാജയപ്പെട്ടു എന്നാണ് CPIയുടെ വിലയിരുത്തൽ. പിണറായി വിജയൻ അങ്ങനെ പരാജയപ്പെട്ടില്ല എന്നാണ് ഗോവിന്ദന്റെ വിലയിരുത്തൽ. CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും കൂടി തീരുമാനിച്ചിരിക്കുന്നത് ജനവിരുദ്ധ വികാരമുണ്ട്, പക്ഷെ പ്രാദേശിക തലത്തിലാണ് വികാരം. കമഴ്ന്ന് വീണാലും 4 കാല് പൊക്കി വെച്ചോണം. നഗ്നനായാലും തോന്നിയ മാസം പറയുന്നതാണ്. CPM ഇപ്പോൾ വിലയിരുത്തപ്പെടണം. ഞങ്ങൾ തോറ്റു, ഞങ്ങൾക്ക് വോട്ട് കുറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ തോറ്റു. തോറ്റ കാരണം ഭരണവിരുദ്ധമായ വികാരങ്ങളുമുണ്ട്. ഞങ്ങളുടെ ചെയ്തികൾ ഞങ്ങൾ പരിശോധിക്കും, ഞങ്ങൾ ജനങ്ങളുമായി സംവേദനം നടത്തും. ഞങ്ങൾ ജനുവരി 16 മുതൽ ജനങ്ങളുടെ വീടുകളിലേക്ക് പോവുകയാണ്. പണ്ട് അയ്യപ്പൻ്റെ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ, ഞങ്ങൾ ജനങ്ങളിലേക്ക് പോവുകയാണ്. ഞങ്ങൾ 10,000-ഓളം ആളുകളെ സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം വച്ചിരിക്കുകയാണ് എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ വീണ്ടും തോൽക്കാൻ വേണ്ടി ജനിച്ച ജന്മങ്ങളെ പോലെയാണ് പറയുന്നത്. നമ്മൾ തോറ്റു, പരീക്ഷയ്ക്ക് തോറ്റു എന്ന യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് ജയത്തിലേക്ക് പോകണം. ഇത് തോറ്റു നിൽക്കുമ്പോഴും തോറ്റില്ല എന്ന് പറഞ്ഞാൽ മാനസികമായി ജയിക്കാൻ കഴിയില്ല സഖാക്കളെ. ഇനി എവിടെയാണ് പിണറായി വിജയൻ എന്ന ബിംബം ഉടഞ്ഞുവോ, ആ വിഗ്രഹം ഉടഞ്ഞത് എന്ന് പരിശോധിക്കുന്നതാണ് ഈ വീഡിയോ. പിണറായി വിജയൻ നേരത്തെ ഇലക്ട്രിസിറ്റി മന്ത്രിയായിരുന്നു. ഒരാഡംബരവും ഇല്ലായിരുന്നു. ആ പാടൊരു ലാവലിൻ്റെ ഒരു കേസ് വന്നു, അത് നല്ല കാര്യത്തിന് വേണ്ടി പോയെന്നാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ കമ്മീഷൻ്റെ വിഷയമൊക്കെ വന്നാണ് അത് പോയത്. എന്തായാലും സംസ്ഥാനത്തിന് നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പോയി എന്ന് പറയുന്ന കരാറൊക്കെ വെച്ചു എന്ന് പറയുന്നത്. അതിൻ്റെ പോസിറ്റീവ് കാര്യം, അഴിമതി ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തൊരു കമ്മീഷനൊന്നും ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ലാവലിൻ്റെ ഇടപാടൊക്കെ നല്ലതായിരുന്നു നമ്മൾ ചിന്തിക്കേണ്ടി വരും. പക്ഷെ മുഖ്യമന്ത്രി ആയപ്പോൾ ആദ്യ ദിവസം ഇദ്ദേഹം ഇരട്ടച്ചങ്കൻ എന്ന ആളുകൾ പ്രയോഗിക്കാൻ തുടങ്ങി. അപ്പോഴേ ഇദ്ദേഹം വിളിച്ച് പറയണമായിരുന്നു, അങ്ങനത്തെ പ്രയോഗമൊന്നും വേണ്ട, ഞാൻ സാധാരണ ഒറ്റ ചങ്കേ ഉള്ളൂ, ഞാൻ ഒരു മുഖ്യമന്ത്രിയാണ്, ഞാൻ പ്രധാനമന്ത്രിയോ മോഡിയോ ഒന്നും അല്ല, ഞാനിവിടെ ഒരു മുഖ്യമന്ത്രിയാണ്, ഒരു സ്റ്റേറ്റിൻ്റെ ഒരു ഫെഡറൽ വ്യവസ്ഥയാണ്, ഭരണഘടനാ സംവിധാനം തരുന്ന പരിമിതമായ അധികാരങ്ങളെ എനിക്കുള്ളൂ, ഞാൻ അത് ചെയ്തോളാം. ഇരട്ടച്ചങ്കൻ ഉടൻ ഇദ്ദേഹം അങ്ങോട്ട് സുഖിച്ചപ്പോൾ പണ്ട് രാജീവ് ഗാന്ധിക്ക് ചെയ്തു കൊടുത്ത പോലെ, രാജീവ് ഗാന്ധി ട്രാപ്പിൽ വീണതുപോലെ ഒരു സംഘം PR വർക്ക്, ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള ഒരു സംഘം PR വർക്കുകാരെ അങ്ങ് ചുറ്റും കൂടി. വീണ ജോർജ്, ജോൺ ബ്രിട്ടാസ്, അതായത് സാധാരണ യഥാർത്ഥ പാർട്ടിക്കാരെല്ലാം മാറി നിന്നു. ഈ ഒരു PR വർക്കുകാരെ അങ്ങോട്ട് കൂടി, PR ഏജൻസികളും ചുറ്റും കൂടി. പിന്നെ ഇദ്ദേഹത്തെ അങ്ങോട്ട് രാജാവിനെ പോലെ ആക്കി. നിങ്ങളല്ലേ എല്ലാം, നിങ്ങൾ മോഡിക്ക് പഠിക്കാൻ പറഞ്ഞു, അദ്ദേഹം മോഡിക്ക് പഠിച്ചു. എന്ത് കാര്യം പറയുമ്പോൾ മോഡിയെ പറയും, BJP പറയും, രാഷ്ട്രത്തെ പറയും. ന്യൂനപക്ഷത്തെ പിടിക്കാൻ ഓടി, പരാജയപ്പെട്ടു. ഭൂരിപക്ഷത്തെ പിടിക്കാൻ ഓടി, പരാജയപ്പെട്ടു. വീണ്ടും ന്യൂനപക്ഷത്തെ പിടിക്കാൻ ഓടി, പരാജയപ്പെട്ടു. വെള്ളാപ്പള്ളിയെ പിടിക്കാൻ ഓടി, അമ്പേ പരാജയം. സുകുമാരൻ നായരെ പിടിക്കാൻ ഓടി, പരാജയത്തേക്കാൾ പരാജയം. EMS പറഞ്ഞതുപോലെ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരു ലെവലിൽ ആപത്താണെന്ന് പറയുന്ന ഒരു ബാലൻസ്ഡ് സിസ്റ്റത്തിൽ വേണം നിങ്ങൾ രാഷ്ട്രീയം കൊണ്ടുപോകേണ്ടിയിരുന്നത്. ഇതൊരു ഘട്ടത്തിൽ നിങ്ങൾ ഭൂരിപക്ഷമാണ് മൊത്തം കുഴപ്പമെന്ന് പറഞ്ഞ് അത് BJP, RSS എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ന്യൂനപക്ഷത്തെ പൊക്കാൻ നടന്നു. വല്ലത് സംഭവിച്ചോ? തിരിച്ചു നടന്നു. വല്ലത് സംഭവിച്ചോ? ഇനി മോഡിക്ക് പഠിക്കാൻ പോയ കൂട്ടത്തിൽ കാരണഭൂതൻ, ക്യാപ്റ്റൻ, കപ്പിത്താൻ, ഇതെല്ലാം നിങ്ങൾ എൻജോയ് ചെയ്തു. പിണറായി വിജയൻ, താങ്കൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി. എന്തിന്? 10-30 രാജ്യങ്ങളിലേക്ക് പോയി. എന്ത് നേടി? ഭാര്യ മക്കളുമായി ടൂർ പോയതാണേ ഓക്കെ. അവിടെ നിന്നെല്ലാം കോടാനുകോടി രൂപ കൊണ്ടുവരുന്നു. നിങ്ങൾക്ക് സിംഗിൾ പൈസ കൊണ്ടുവരാൻ പറ്റില്ല. ഇന്ത്യൻ ഫെഡറൽ വ്യവസ്ഥ അനുസരിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും കേന്ദ്ര വിദേശ മന്ത്രാലയവും കേന്ദ്ര റിസർവ് ബാങ്കും കേന്ദ്ര ഗവൺമെന്റും ഒന്നും അറിയാതെ സിംഗിൾ പൈസ ഈ രാജ്യത്ത് കൊണ്ടുവരാൻ പറ്റില്ല. ഒഫീഷ്യലായിട്ട്, അൺഒഫീഷ്യലായിട്ട് പലതും കൊണ്ടുവരാം. ഈ ഒരു ഫെഡറൽ സിസ്റ്റം വ്യവസ്ഥ താങ്കൾ അറിഞ്ഞിരിക്കണ്ടേ? മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ താങ്കളെ ചുറ്റും നിന്ന് പഠിപ്പിച്ചവർ ഇത് പഠിക്കണ്ടേ? അപ്പോൾ ഒരു മായാവലയത്തിൽ, രാജാവിൻ്റെ ചുറ്റും നിന്ന് കൂടുന്ന ചെണ്ടയടിക്കുന്ന ഒരു മായാവലയത്തിൽ താങ്കൾ പെട്ടപ്പോൾ താങ്കൾക്ക് തോന്നി പാർട്ടി സെക്രട്ടേറിയറ്റ് ഒന്നുമല്ല, പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഒന്നുമല്ല, സംസ്ഥാന കമ്മിറ്റിയോടും സെക്രട്ടേറിയറ്റോടും ആലോചിക്കാതെ PM ശ്രീ ഒപ്പിടാം, അവരോട് ആലോചിക്കാതെ ശബരിമലയെ സ്ത്രീകളെ കയറ്റുന്ന കാര്യം തീരുമാനിക്കാം, ഇംപ്ലിമെന്റ് ചെയ്യാം, അവരോട് ആലോചിക്കാതെ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് താങ്കളായി ഒരു ഘട്ടത്തിൽ I am the state, I am the party എന്ന് താങ്കൾ തീരുമാനിച്ചു.
അവിടെയാണ് താങ്കളുടെ വിഗ്രഹം ബിംബം ഉടഞ്ഞു പോയത്. അങ്ങനെ ഒരു ഫെഡറൽ വ്യവസ്ഥയിൽ നിൽക്കാൻ പറ്റില്ല. പരിമിതികൾ വളരെ വലുതാണ്, വളരെ വലുതാണ്. ആ പരിമിതികൾ മനസ്സിലാക്കുന്നതിന് പകരം പരിമിതികൾക്കുള്ളിൽ നിന്നുള്ള സാധ്യതകൾ മനസ്സിലാക്കി പരമാവധി ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം കുറേ തല്ലും തെമ്മാടിത്തരവും തെറിവിളിയും പറഞ്ഞതിന് ശേഷം നിങ്ങൾ സദ്യ കൊടുത്താലും ആളുകൾ കൂടെ നിൽക്കില്ല. ഒരുപാട് പെൻഷൻ കൊടുത്തു, സന്തോഷം. പക്ഷേ അതിനെ ഓവർടേക്ക് എന്ന രീതിയിൽ മറ്റൊരുപാട് കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചു. PM ശ്രീയിൽ ഒപ്പിട്ടതാകട്ടെ, ശബരിമലയിലെ കൊള്ളയാകട്ടെ, ഈ പറയുന്ന ആളുകളൊക്കെ പിന്നെ ആക്രമണം ആരെങ്കിലും പാർട്ടി സഖാക്കളോ ആരെങ്കിലും ആക്രമണം നടത്തിയാൽ അതിനെ ന്യായീകരിക്കുന്നതാകട്ടെ, സ്ത്രീ വിരുദ്ധരായിട്ടുള്ള സ്ത്രീകളെ പീഡിപ്പിക്കുന്നവരെ മന്ത്രിസഭയിലാവട്ടെ അല്ലെ കൂടെ ആവട്ടെ ഓഫീസിലാവട്ടെ എല്ലായിടത്തും സംരക്ഷിക്കുന്നതും ഇതെല്ലാം ഒരു സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ടിരുന്ന സമൂഹം പിണറായി വിജയൻ എന്ന വിഗ്രഹത്തെ അംഗീകരിച്ചില്ല. ഒരു വിഗ്രഹത്തെയും അംഗീകരിക്കില്ല. മോഡി എന്ന് പറയുന്ന വിഗ്രഹത്തെ അംഗീകരിച്ചിരിക്കുന്നത് മോഡിയുടെ പ്രവൃത്തിയും കൂടെ കണ്ടിട്ടാണ്. അദ്ദേഹം ഒരു ഏകാധിപതിയായി ഏകഛത്രാധിപതിയായി വാഴുന്നത് മറ്റൊരു തരത്തിൽ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ്. അദ്ദേഹം അത് ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയില്ല, പിന്നെ ഭാര്യ ഡൈവോഴ്സ് ചെയ്ത പോലെ ഭാര്യ വേറെയാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മ ഗ്രാമത്തിൽ കിടന്നാണ് മരിച്ചുപോയത്. ഭാര്യ കൂടെയില്ല. 10-18 മണിക്കൂർ ജോലി ചെയ്യുന്നതായിട്ട് പറയുന്നു. ഒരു പൈസയും സമ്പാദിക്കുന്നില്ല. ഇതിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് കടുകട്ടി കമ്മ്യൂണിസ്റ്റുകാർ പോലും പലരും നമ്മളോട് പറയും മോദി ഈസ് ആസ് എ പേഴ്സൺ ഈസ് ഗുഡ്. നയങ്ങളൊക്കെ വേറെ, കോർപ്പറേറ്റ്, അത് RSS, സംഘവൽക്കരണം, വർഗീയവൽക്കരണം, അതെല്ലാം കമ്മ്യൂണിസ്റ്റുകാർ. പക്ഷേ മോദി ഒരു ആസ് എ പേഴ്സൺ വെരി ഗുഡ് അഡ്മിനിസ്ട്രേറ്റർ. അതുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ മുഴുവൻ മോദിയുടെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. പിണറായി വിജയൻ ഒരു മുഖ്യമന്ത്രി മാത്രമാണ്. താങ്കൾക്ക് പരിമിതികളാണ് ഏറെ. ആ പരിമിതിയിൽ നിന്ന് താങ്കൾ രാജാവാകാൻ ഓടി താങ്കളുടെ ചുറ്റും നിന്ന് PR വർക്ക് ചെയ്ത് തന്നവർ, അതിൽ ജോൺ ബ്രിട്ടാസിനൊക്കെ വലിയ പങ്കുണ്ട്. ഇപ്പൊ ഒരു മനുഷ്യനില്ലല്ലോ കരചരണാദികളറ്റ് വാസവദത്ത കിടക്കും പോലെ താങ്കൾ ഇപ്പോൾ കിടക്കുമ്പോൾ, ഒരു ഉപഗുപ്തനെ തേടി താങ്കൾ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ ഒരു ബ്രിട്ടാസും ഇല്ല, ഒരു കൂടെ നിന്നവരുമില്ല, ഒരു പാർട്ടിക്കാരുമില്ല, ആരുമില്ല താങ്കളെ രക്ഷിക്കാൻ. കുടുംബം പോലും ചിലപ്പോൾ പറയാം അച്ഛാ എന്തിനാ ഇതൊക്കെ ചെയ്തതല്ലേ, ഭർത്താവെ ചേട്ടാ എന്തിനാ ഇതൊക്കെ കാട്ടിക്കൂട്ടിയത്, എന്നിട്ടല്ലേ ഇപ്പം അനുഭവിക്കുന്നത്. ഭാര്യയും മക്കളും പോലും ചോദിക്കുന്ന സ്ഥിതിയിലേക്ക് വരും പിണറായി വിജയൻ അവർകളെ. അതുകൊണ്ട് താങ്കളുടെ ബിംബം പൊട്ടിപ്പോയത്, വിഗ്രഹം ഉടഞ്ഞു പോയത്, താങ്കൾ ഈ അധികാരം എന്ന് പറയുന്ന 4 അക്ഷരത്തിൽ ഭ്രമിച്ചു പോയതുകൊണ്ടും പാർട്ടിക്ക് ആവശ്യമായ സമ്പത്ത് പ്രധാനമായി മൊബിലൈസ് ചെയ്യുന്ന പ്രധാന വ്യക്തികളിൽ ഒരാൾ താങ്കളായതുകൊണ്ടും ഞാനല്ലേ യുവമാർക്കെല്ലാം അന്നം കൊടുക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, ഞാൻ കൂടി മൊബിലൈസ് ചെയ്തിട്ട് പൈസയല്ലേ, വലിയ വർത്താനമൊന്നും പറയണ്ട, ഞാൻ തീരുമാനിക്കും എന്നുള്ള ചിന്തയിലേക്ക് താങ്കളെ കൊണ്ടുവന്നൊരു വിഭാഗമുണ്ട്. അത് താങ്കളുടെ ഓഫീസിലുള്ളവരുണ്ട്, താങ്കളുടെ കൂടെയുള്ളവരുണ്ട്, പാർട്ടിയിൽപ്പെട്ട ചെറിയ വിഭാഗമുണ്ട്. എന്തിനാ CM അവരുമായിട്ടൊക്കെ ആലോചിക്കുന്നത്, CM അധികാരമുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ പാർലമെന്ററി പാർട്ടി കൂടിയില്ല, ഇടതുപക്ഷ മുന്നണിയിൽ ചർച്ച ചെയ്തില്ല കാര്യങ്ങൾ. അതുപോലെ തന്നെ പിന്നെ CPM സെക്രട്ടേറിയറ്റിനകത്ത് നിങ്ങൾ പലതും ചർച്ച ചെയ്തില്ല. ഗോവിന്ദനെ നിങ്ങൾ വിശ്വാസത്തിലെടുത്തില്ല, MA ബേബി വിശ്വാസത്തിലെടുത്തില്ല, പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തില്ല. ഒരേക ഛത്രാധിപതി പോലെ ഓടി. അതുകൊണ്ട് തന്നെ എല്ലാ ദുരന്തങ്ങളുടെയും നായകനായി താങ്കൾ പ്രതിസ്ഥാനത്തിപ്പോൾ ഉണ്ട് എന്ന് CPI പറയുന്നു. CPM ഒരുപാട് പേർ പറയാതെ പറയുന്നു.